പക്ഷെ അതിനുപരി അവർക്ക് ഈ ഒരു ക്യാമ്പയിനിൽ കൂടെ 3 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരു 30 to 35 crores ആണ് ഇവർ സ്പെൻഡ് ചെയ്തെന്ന് പറയുന്നത്. സോ ഡെറ്റോളിൻ്റെ ക്യാമ്പയിൻ മെയിൻലി അവർ ഫോക്കസ് ചെയ്തത് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്തിനായിരുന്നല്ലോ. കാരണം അവർ എനിക്ക് തോന്നുന്നു 15,000 സാനിറ്റേഷൻ വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്തു, പിന്നെ എക്യുപ്പ് ചെയ്തു. അപ്പം അത് കൂടാതെ തന്നെ അവർ മില്യൺസ് ഓഫ് സോപ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള സ്പേസസിൽ ചെയ്തിട്ട്. അതേപോലെ അതിന്റെ മേജർ ഒരു ഫാക്ടർ എന്നെ അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വച്ഛ് ഭാരത് മിഷനുമായിട്ട് കുറച്ചും കൂടി ഒന്ന് ബ്ലെൻഡ് ആയിട്ട് പോകുന്നുണ്ടോ തോന്നുന്നു. അതായത് സ്പിരിച്വാലിറ്റി വിത്ത് സാനിറ്റേഷൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതേപോലെ അവർ ചെയ്ത സ്ട്രീറ്റ് പ്ലേസ്, അതെ, എല്ലാ ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അവർ സ്ട്രീറ്റ് പ്ലേസും എല്ലാ ക്യാമ്പയിൻസും എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ്, ഈസി ആയിട്ട് പിന്നെ അവരുടെ റിസൾട്ട് എന്ന് പറഞ്ഞ് നമുക്ക് പറയണമെങ്കിൽ മീൻസ് എന്തായാലും ഈ എൻഗേജ്മെൻറ്റ്സും എല്ലാം ഉണ്ട്. പക്ഷെ അതിനുപരി അവർക്ക് ഈ ഒരു ക്യാമ്പയിനിൽ കൂടെ 3 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതായത് ഇത്രയും ആൾക്കാർ ഗ്യാദർ ചെയ്യുന്നിടത്ത് അവർ ഹൈജീൻ അവർ ഉറപ്പ് വരുത്തുകയും ചെയ്തു. അതിൻ്റെ കൂടെ 3 മില്യൺസ് ഓഫ് വാട്ടർ, അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റും അവർക്ക്. പിന്നെ ഇവർ ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്തത് നമുക്കത് മീൻസ് കറക്റ്റ് ഡാറ്റ അല്ല, എന്നാലും ഒരു 30 to 35 crores ആണ് ഇവർ സ്പെൻഡ് ചെയ്തെന്ന് പറയുന്നത്. റിട്ടേൺ മോസ്റ്റ്ലി ലൈക്ക് 3x ആയിരിക്കും എന്നാണ് ഒരു എസ്റ്റിമേറ്റ് വരുന്നത്. മീൻസ് ഫ്യൂച്ചറിൽ എന്തായാലും അവരുടെ സെയിൽസും എന്തായാലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൂടാനുള്ള എല്ലാ ചാൻസസും ഉണ്ടെന്നാണ് റിപ്പോർട്ട്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വിൻ അത് എന്തായാലും. ഡെറ്റോളിന്റെ ക്യാമ്പയിൻ എന്താണെങ്കിലും ഒരു പബ്ലിക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണെന്നത് തെളിയിച്ചു.